ഹായ്, ഞാൻ രാജലക്ഷ്മി. എന്നെ ലക്ഷ്മി എന്നാണ് എല്ലാവരും വിളിക്കാറ്. ഞങ്ങളുടെ മൈ വ്യൂസ് ബൈ ലക്ഷ്മി എന്ന ചാനലിൽ ഇനി മുതൽ പുസ്തകങ്ങളെക്കുറിച്ചും കൂടി ഞങ്ങൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പം കുറെ പേര് പറയാറുണ്ട് എനിക്കും വായിക്കണം എന്നുണ്ട്, വായിക്കാൻ താല്പര്യമുണ്ട്, വായന സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിന്റെ പുസ്തകങ്ങൾ ഇട്ടേക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ ഞാൻ വിചാരിക്കാറുണ്ട്, ഞാൻ വായിച്ച പുസ്തകങ്ങളെ കുറിച്ച് എനിക്ക് പറയാനായിട്ട് ഒരു വേദി വേണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം കൂടി നമ്മൾ ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് അതിനെ പറ്റിയ നല്ല സമയം. അങ്ങനെ ഞാൻ എല്ലാ ആഴ്ചയിലും 3 പുസ്തകങ്ങളെ കുറിച്ച് പറയുന്ന രീതിക്ക് നമ്മുടെ എപ്പിസോഡ്സ് വരുന്നതായിരിക്കും. എല്ലാ ചൊവ്വാഴ്ചകളിലും ഇന്ത്യൻ ടൈം 6 PM നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുക. അപ്പോ 3 പുതിയ പുസ്തകങ്ങൾ, പുതിയതെന്നല്ല, ചിലപ്പോൾ ഈ പുസ്തകങ്ങളെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ട് കാണും. പ്രസിദ്ധമായ പുസ്തകങ്ങൾ ഉണ്ടാവും, അതുപോലെ അധികം ആരും കേട്ടിട്ടില്ലാത്ത പുസ്തകങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാലും ഞാൻ 3 വെച്ചിട്ട് എല്ലാ ആഴ്ചകളിലും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അപ്പൊ ഇന്ന് ഞാൻ 3 എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോ അല്ല, ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ദ പാലസ് ഓഫ് ഇല്യൂഷൻസ്. ഇതാണ് ആ പുസ്തകം. ഇത് ആമസോൺസിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല എന്താ പറയാ, ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പുസ്തകമാണ്. പല സെലിബ്രിറ്റീസ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് ഞാനൊരു 4 വർഷം മുമ്പ് വായിച്ച ഒരു പുസ്തകമാണ്. ദ പാലസ് ഓഫ് ഇല്യൂഷൻസ് എന്ന് പറയുന്നത് ചിത്ര ബാനർജി ദിവകരുണി, റൈറ്ററിന്റെ പേര് ഇതാണ്. അപ്പോൾ ചിത്ര ബാനർജി ദിവകരുണി എന്ന് പറയുന്നത് ഹൂസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ക്രിയേറ്റീവ് റൈറ്റിംഗില് ഫാക്കൽറ്റിയാണ്. അപ്പം ഈ ഒരു ഓതർ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ പാലസ് ഓഫ് ഇല്യൂഷൻസ് ആണ് എന്റെ ഒരു ഫേവറേറ്റ്, അല്ലെങ്കിൽ ഞാൻ വായിച്ച പുസ്തകത്തിൽ ഇഷ്ടപ്പെട്ടത്. ഇനിയും വായിക്കാനായിട്ട് എനിക്ക് ഒരുപാട് പുസ്തകങ്ങൾ ഇതിനകത്തുണ്ട്. ഐ മീൻ, ഈ ഓതറിൻ്റെതായിട്ടുണ്ട്. എന്താണ്, ദ ലാസ്റ്റ് ക്യൂൻ, ദ മിസ്ട്രസ് ഓഫ് സ്പൈസസ്, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ. ഈ ഒരു പെർട്ടിക്കുലർ ബുക്ക് എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പാഞ്ചാലി, ദ്രൗപദിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവില് ദ്രൗപദി ആണ് ഇതിനകത്ത് പ്രൊട്ടാഗനിസ്റ്റ് ആയിട്ട് വരുന്നത്. ദ്രൗപദി എങ്ങനെയാണ് ഈ ഒരു നമുക്ക് എപ്പോഴും മഹാഭാരത യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ പാണ്ഡവരും അതുപോലെ തന്നെ കൗരവരും യുദ്ധവും അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമാണ്. ഇതിനകത്ത് ദ്രൗപദിയാണ് ആക്ച്വലി ആ ഒരു യുദ്ധത്തിനെ ലീഡ് ചെയ്യാനുള്ള ഒരു ഫാക്ടർ, അത് നമുക്കറിയാം. എന്നാലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കഥാപാത്രമാണ് മഹാഭാരതത്തില് ദ്രൗപദി. ഈ ദ്രൗപദിയുടെ പോയിന്റ് ഓഫ് വ്യൂവില് ദ്രൗപദിയുടെ കഥകൾ, അതിപ്പോ അവരുടെ ചൈൽഡ്ഹുഡ് ആവാം, ലോൺലിനെസ് ആവാം, പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം 5 പേരെയാണ് അവര് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പം അതിനുശേഷം അവർക്കുണ്ടായ ഒരു അനുഭവങ്ങളാകാം, പിന്നെ അവരുടെ പ്രണയമാകാം, അങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് വായിക്കുന്നതിന് മുൻപേ എനിക്ക് ഉണ്ടായിരുന്ന ജസ്റ്റ് ഒരു മിത്തോളജി, അല്ലെ ഒരു മിത്തിനെ കുറിച്ച് പറയുന്ന ഒരു പുസ്തകം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനകത്ത് ഇവർ പറയുന്നുണ്ട്, be taken back to a time that is half history, half myth and wholly magical. സത്യം പറഞ്ഞ് ഇത് തന്നെയാണത്. ഈ പുസ്തകം ഒരു മാജിക്കൽ വേൾഡിലേക്ക് നമ്മൾ കൊണ്ടുപോകും. അതാണ് ഇതിനകത്ത് ശരിക്കും പറയുന്നത്. അപ്പം ഇതൊരു മിത്ത് എന്നുള്ള കൺസെപ്റ്റില് നിങ്ങൾ അയ്യോ എനിക്ക് താല്പര്യം ഇല്ല എന്നാണെങ്കിൽ അങ്ങനെയല്ല ഇത്. നമുക്ക് ഇതിന്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ ഡിഫറെന്റ് ആണ്, എല്ലാം കൊണ്ടും. ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്, ഇറ്റ്സ് എ ഡീപ്ലി ഹ്യൂമൻ സ്റ്റോറി അബൌട്ട് എ വുമൻ ബോൺ ഇൻ ടു എ മാൻസ് വേൾഡ്. അപ്പൊ അതെങ്ങനെയായിരുന്നു, എനിക്ക് ഏറ്റവും മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്, ദ്രൗപദിക്ക് ഇതിനകത്ത് പ്രണയം ഉണ്ടല്ലോ, വിവാഹത്തിന് ശേഷമുള്ള പ്രണയമുണ്ട്, അതുപോലെ തന്നെ വിവാഹം കഴിച്ച ആളെ അല്ലാതെയും ഒരു പ്രണയം ഇതിനകത്ത് പറയുന്നുണ്ട്. അത് ഞാൻ കൂടുതൽ പറഞ്ഞു തരുന്നില്ല, അപ്പൊ അതിനകത്തുള്ള ഒരു നമുക്കുള്ള ഒരു ക്യൂരിയോസിറ്റി അങ്ങ് പോകും. ആ സമയത്ത് ഞാൻ സ്നേഹിക്കുന്ന പുരുഷൻ എന്നെ സ്നേഹിക്കാതെയും, എന്നാ അതെന്റെ ഭർത്താവാണ് താനും, അതേ പുരുഷൻ വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ചതിന് ശേഷം താൻ ആഗ്രഹിച്ച ആ ജീവിതം അവൾക്ക് കിട്ടുകയും ചെയ്യുമ്പം ഉണ്ടാകുന്ന ഒരു വിരഹത അതിനകത്തുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ഇതിനകത്ത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഓരോ പോർഷൻ എന്ന് പറയുന്നത് ഓരോരോ സമയങ്ങളെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതായത് നമ്മുടെ മഹാഭാരതത്തില് ഓരോ ഘട്ടങ്ങളായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം ഇവരുടെ ചൈൽഡ്ഹുഡ് മുതൽ ഉള്ള കാര്യങ്ങളാണ് എൻഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് പാലസ് ഓഫ് ഇല്യൂഷൻസ്. എന്റെ ബെസ്റ്റ് ബുക്സിൽ ഒരാളാണിത്.
അതായത് എനിക്ക് ഒരു ബുക്കായിട്ട് ബെസ്റ്റ് ബുക്ക് എന്ന് പറയാൻ പറ്റില്ല, കുറച്ചധികം ഉണ്ട് എനിക്ക്. അപ്പൊ അതിനകത്ത് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ്. വായിക്കുന്ന ഒരാളാണ് നിങ്ങൾ, ഇതുവരെ ഈ പുസ്തകം നിങ്ങളുടെ ഷെൽഫിൽ ഇല്ലെങ്കിൽ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. കാരണം ഒരു ഭംഗി ഉണ്ടാക്കാൻ മാത്രമല്ല, ഇത് വേണം നമുക്ക്. ഇതിന്റെ ഒരു ആ ഫീൽ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, വായിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. പിന്നെ ഇത് എത്രത്തോളം ബിഗിനർ ഫ്രണ്ട്ലി ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ബിഗിനേഴ്സിന് വായിച്ചു തുടങ്ങാൻ പറ്റിയ ഒരു കഥയാണെന്ന് ചോദിച്ചാൽ അതെ. പക്ഷെ ഇതിന്റെ അകത്ത് ഇംഗ്ലീഷ് നമുക്ക് എല്ലാവർക്കും പറ്റുമോന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നന്നായിട്ട് വായിക്കാൻ പറ്റും. പക്ഷെ ഒരു അഡ്വാൻസ്ഡ് ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ വായിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ബിഗിനർ ഫ്രണ്ട്ലി ആണ്, നിങ്ങൾക്ക് എഫേർട്ട് എടുക്കാൻ താല്പര്യം ഉണ്ട് എങ്കിൽ, ബിഗിനേഴ്സ് ആണ്, എഫേർട്ട് എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബുക്ക് നിങ്ങൾക്ക് പിക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്തെ കഥ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത്യാവശ്യം എല്ലാ ജോണേഴ്സിലുള്ള പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതൊരു ഫിക്ഷൻ ആണ്. അപ്പൊ ആ ഒരു ലെവലിൽ നമ്മൾ എടുത്താൽ മതി. പിന്നെ നല്ലൊരു പുസ്തകമാണ്, ഞാൻ എല്ലാവർക്കും ഇത് റെക്കമെൻഡ് ചെയ്യാണ്. എന്റെ ഫസ്റ്റ് ബുക്ക്, എന്റെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ദ പാലസ് ഓഫ് ഇല്യൂഷൻസ് ബൈ ചിത്ര ബാനർജി ദിവകരുണി. ഇനി നമുക്ക് രണ്ടാമത്തെ പുസ്തകത്തിലേക്ക് പോവാം. രണ്ടാമത്തെ പുസ്തകം ഒരു ജാപ്പനീസ് പുസ്തകമാണ്. ജപ്പാനിൽ ഒരുപാട് പ്രസിദ്ധമാണ്. നമ്മുടെ ഇവിടെയും എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാ ബുക്ക് ട്യൂബേഴ്സും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണെന്ന് തോന്നുന്നു. ഇതിന് ഡേയ്സ് അറ്റ് ദ മോറിസാക്കി ബുക്ക് ഷോപ്പ്. അപ്പം ഇതൊരു ബുക്ക് ഷോപ്പാണ്. ഈ ബുക്ക് ഷോപ്പില് ഒരു കുട്ടി എന്ന് വെച്ചൊരു പെൺകുട്ടി, അവളുടെ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പാർട്ട് ടൈം ജോബായിട്ട് അവിടേക്ക് പോവാണ്. അങ്കിളുടെ ഒരു ഷോപ്പാണ്. അപ്പം അവിടെ വെച്ചിട്ട് അവൾക്ക് ആ ബുക്ക് ഷോപ്പിൽ തന്നെ താമസിക്കേണ്ട അതായത് അവിടെയാണ് പാർട്ട് ടൈം ചെയ്യുന്നത്. അപ്പം ആ ബുക്ക് ഷോപ്പിന്റെ സെക്കൻഡ് ഫ്ലോറിൽ കുറെ പുസ്തകങ്ങൾക്കിടയിൽ അവൾക്ക് താമസിക്കുകയും ചെയ്യാം. അങ്ങനെയായിരുന്നു അവൾക്ക് കിട്ടിയ ഓഫർ. അപ്പോൾ അത് ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ പുസ്തകങ്ങളുടെ മണവും പഴയ പുസ്തകങ്ങളുടെ മണവും എല്ലാം കൂടി ആയിട്ട് പുള്ളിക്കാരിക്ക് അത്രയ്ക്കും ഇങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല, സ്ഥലവും ആ രീതികളും ലൈഫ് സ്റ്റൈലും ഒന്നും. എന്നാൽ പോലും ദിവസങ്ങൾ എടുക്കും തോറും അവൾ അതിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അത് പുസ്തകം മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് പല ആളുകളുണ്ട്. അതായത് ഇപ്പൊ അങ്കിളിന്റെ ലൈഫ് പറയുന്നുണ്ട്, അങ്കിളും ആന്റിയും തമ്മിലുള്ള ലൈഫ് പറയുന്നുണ്ട്, അതായത് ഈ പെൺകുട്ടിയുടെ. അതുപോലെ തന്നെ ചുറ്റും നടക്കുന്ന ഒരു കാര്യങ്ങള് എല്ലാം അവൾക്ക് വീക്ഷിക്കാൻ പറ്റി. അപ്പം തിരിഞ്ഞു നോക്കുമ്പം അവളുടെ ഏറ്റവും നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് ഈ മൊറിസാക്കി ബുക്ക് ഷോപ്പിലുണ്ടായ കുറച്ച് ദിവസങ്ങളായിരുന്നു. അപ്പോ ഇതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, എന്തുകൊണ്ടാണ് ഇത്രയധികം ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ആകപ്പാടെ ഇത് 169 പേജസേ ഉള്ളൂ. നമുക്ക് വേണമെന്ന് വെച്ചാൽ ഒരു സിറ്റിങ്ങിൽ അങ്ങ് തീർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു കോഫിയും പിടിച്ച് അല്ലെങ്കിൽ ഒരു ചായയും പിടിച്ച് വൈകുന്നേരങ്ങളിൽ നല്ല കോസി ആയിട്ടൊന്നും ഇരുന്ന് ഒരുപാട് എക്സൈറ്റ്മെന്റ്സ് ഒന്നും ഇല്ലാത്ത രീതിയിൽ വായിച്ചെടുക്കാൻ പറ്റിയ ഒരു ബുക്കാണിത്. ബുക്സിനെ ഇഷ്ടപ്പെടുന്ന, അതായത് നമുക്കറിയാം നമ്മുടെ ഒരു ലോകം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ആഗ്രഹം എന്ന് പറയുന്ന ഒരുപാട് പുസ്തകങ്ങൾക്കിടയിൽ ഇരിക്കുക, ആ പുസ്തകത്തിന്റെ മണം ഒന്ന് ശ്വസിക്കുക, അതൊക്കെ നമുക്ക് വലിയ ഫീലാണ്. ഇതിനകത്ത് പല സമയത്തും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ കുട്ടി പല സമയങ്ങളിലായിട്ട് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. പിന്നെ ജാപ്പനീസ് നോവൽസ് എനിക്ക് പൊതുവെ വലിയ ഇഷ്ടമുള്ളതാണ്. അപ്പം ഈ സതോഷി യാഗിസാവയുടെ ഡേയ്സ് അറ്റ് ദ മൊറിസാക്കി ബുക്ക് ഷോപ്പ് എന്ന് പറയുന്ന ഈ ബുക്ക് അല്ലാതെ തന്നെ ഹാറുക്കി മുറാക്കാമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജാപ്പനീസ് റൈറ്റർ ഉണ്ട്, പലരും കേട്ടിരിക്കുന്നു വിചാരിക്കണം. അപ്പം ഇവരിൽ നിന്നൊക്കെ എനിക്ക് കിട്ടുന്നത്, ഒന്നാമത് നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരു ലൈഫ് സ്റ്റൈലാണ് ജാപ്പനീസുകാരുടെ. അപ്പൊ അത് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് കൂടുതലും എന്താ പറയാ, നമുക്ക് അഡാപ്റ്റ് ചെയ്യാന്നല്ല ഞാൻ പറയാം, നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളെ പോലെ തന്നെ നമുക്ക് തോന്നിപ്പോവും ഈ പുസ്തകങ്ങളിലൂടെ അവരെ. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് കിട്ടും. അപ്പം ഈ ഒരു പുസ്തകവും ഞാൻ ഒരുപാട് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പുസ്തകമാണ്. ഇത് സത്യം പറഞ്ഞാൽ ബിഗിനർ ഫ്രണ്ട്ലി ആണ്. പുസ്തകം വായിച്ചു തുടങ്ങണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയോ, പുസ്തകത്തിന്റെ കനവും വലിപ്പമൊക്കെ കാണുമ്പം അയ്യോ ഈ പുസ്തകം ഞാൻ എങ്ങനെ വായിച്ചു തീർക്കും, 350 പേജസ് ഒരു നോർമൽ പുസ്തകത്തിൽ ഉണ്ടാവും. അപ്പം എങ്ങനെ ഞാനിത് ഇത്രയും വായിച്ചു തീർക്കും എന്നുള്ളതായിരിക്കും ഒരു ബിഗിനേഴ്സിന് ഉണ്ടാവുന്ന പ്രശ്നം. ആദ്യത്തെ 2-3 പേജസ് വായിക്കുമ്പോൾ തന്നെ കുറച്ച് പേരൊക്കെ ഉറങ്ങും, അല്ലെങ്കിൽ ഒന്ന് സൈഡിലേക്ക് മാറ്റും, ഇനി പിന്നെ വായിക്കാന്നുള്ള രീതിക്കൊക്കെ ആവും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് കുറച്ചധികം നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് തുടക്കക്കാരൻ എന്നുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, വായിക്കാൻ നല്ല എളുപ്പം ഉണ്ടാവും. അതുപോലെ തന്നെ
രസകരമായ ഒരു കഥയാണ്. ഒരുപാട് നിങ്ങൾ ചിന്തിച്ചു കൂട്ടരുത്, ഇങ്ങനെ വരും ഇങ്ങനെ വരും, ക്ലൈമാക്സ് അങ്ങനെയായിരിക്കും, അങ്ങനെയൊന്നുമില്ല. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട്, വളരെ കോസി ആയിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന നല്ലൊരു പുസ്തകമാണ് ഈ പറയുന്ന ഡേയ്സ് അറ്റ് ദ മൊറിസാക്കി ബുക്ക് ഷോപ്പ്. അപ്പോ ഇതാണ് എന്റെ സെക്കൻഡ് റെക്കമെൻഡേഷൻ. ഇനി അടുത്തത് നമുക്ക് നോക്കാം, മൂന്നാമത്തെ പുസ്തകം. മൂന്നാമത്തെ പുസ്തകം വെറിറ്റിയാണ്. വെറിറ്റി എന്ന് പറയുന്നത് കോളിൻ ഹൂവറിന്റെ ഏറ്റവും പ്രസിദ്ധമായ പുസ്തകമാണ്. എല്ലാരും കേട്ട് കാണുന്ന വിചാരിക്കുന്നു. ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു മൂവി വരെ ഉണ്ടായി, ഇറ്റ് എൻഡ്സ് വിത്ത് അസ് എന്ന് പറയുന്ന പുസ്തകം. കോളിൻ ഹൂവറിന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണിത്. അത് അപ്പോ എനിക്ക് പക്ഷെ പേഴ്സണലി ഞാൻ ആദ്യമായിട്ടൊരു കോളിൻ ഹൂവർ ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറിറ്റി ആയിരുന്നു. അപ്പൊ ഇത് വായിച്ചതിന് ശേഷമാണ് ഞാൻ ഇറ്റ് എൻഡ്സ് വിത്ത് അസും പിന്നെ ഇറ്റ് സ്റ്റാർട്ട് വിത്ത് അസും പിന്നെ കുറെ അധികം ഉണ്ട് എൻ്റെ കയ്യിൽ, അത്യാവശ്യം കോളിൻ ഹൂവറിന്റെ കളക്ഷൻ ഉണ്ട്. അപ്പോ ഈ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഫീൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഇത് ഒരു കുറച്ചധികം അഡൽട്ട് കണ്ടന്റ്സ് ഇതിനകത്തുണ്ട്. അപ്പൊ ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത് 18+ ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അത് കോളിൻ ഹൂവർ ബുക്ക് വായിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, കുറച്ചധികം അത് ഉണ്ടാകും. കുറച്ച് സ്പൈസി ആണ് കോളിൻ ഹൂവറിന്റെ ബുക്ക്. പക്ഷെ ഇതെന്ന് പറയുന്നത് റൊമാൻസ് മാത്രമല്ല, ഇതൊരു ത്രില്ലർ കൂടിയാണ്. അതായത് ലോവൻ ആഷ്ലെ എന്ന് പറയുന്ന ഒരു സ്ട്രഗ്ലിംഗ് റൈറ്റർ, അവരുടെ ജീവിതം, അവർ സ്ട്രഗ്ലിംഗ് റൈറ്റർ എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന അവരുടെ ആ ഒരു സമയം ആണ് ആദ്യം ഇതിനകത്ത് പ്രതിപാദിക്കുന്നത്. അതിനുശേഷം അവർക്കൊരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. അതായത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വെറിറ്റി ക്രോഫോർഡ് എന്ന് പറയുന്ന റൈറ്ററിന്റെ ഒരു സീരീസ് ഉണ്ട്. അതിനകത്ത് 5 ബുക്സ് ഓൾറെഡി പബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള 3 ബുക്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വെറിറ്റി ക്രോഫോർഡിന്റെ ഹസ്ബൻഡ് ജെറേമി ക്രോഫോർഡ് ഇവരെ ക്ഷണിക്കുകയാണ്. ഇതൊരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ് ഇവർക്ക്. കാരണം ഇവരുടെ പുസ്തകങ്ങൾ അധികം ആരും അറിഞ്ഞിട്ടൊന്നുമില്ല. അപ്പം ഇവർക്ക് തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്, എന്തുകൊണ്ട് ഞാൻ ഇത്രയധികം ആളുകൾ ഉണ്ടായിട്ട്. അപ്പൊ ഇവരെ അതിൽ നിന്നും സെലക്ട് ചെയ്യാണ്. കാരണം എന്താന്ന് വെച്ചാൽ, ഈ വെറിറ്റി ക്രോഫോർഡിന് ഈ ബാക്കി പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തത് അവർക്കൊരു ആക്സിഡന്റ് പറ്റുകയും അവരങ്ങനെ ബെഡ് റിഡൻ ആവുകയും ചെയ്യാണ്. പക്ഷെ പബ്ലിഷേഴ്സിന്റെ ഒരു സമ്മർദ്ദം മൂലം ഇത് അവർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് ജെറേമി, നമ്മുടെ ഇതിനകത്തെ ഹീറോയിൻ ആയിട്ടുള്ള ലോവൻ ആഷ്ലെ, പ്രൊട്ടാഗനിസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ലോവൻ ആഷ്ലെ തന്നെയാണ്. അപ്പൊ അവരെ ഇതിലേക്ക്, ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് വിളിക്കുകയും അവര് വളരെ കാരണം സത്യം പറഞ്ഞാൽ റെന്റ് കൊടുക്കാൻ പോലും പാകമില്ലാത്ത സമയം, അത്രയും സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആയിരിക്കെ അവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയും അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് ബുക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാമെന്നും, വെറിറ്റി ഉപയോഗിച്ച് പുസ്തകങ്ങൾക്കിടയിലും ആ ഒരു റൂമിലും അത്രയും നല്ല കോസി ആയിട്ട് അവർക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇവർക്ക് ഈ ലോവൻ ആഷ്ലേക്ക് ശരിക്കും എന്താ പറയാ, സ്വപ്നങ്ങളിൽ മാത്രം കാണാൻ പറ്റുന്നതായിരുന്നു. അപ്പൊ അത് സത്യമാവുകയും, എന്നാ നമുക്കറിയാലോ എല്ലാം നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. അപ്പോ എന്തൊക്കെയോ അതിനകത്ത് ഉണ്ട്. അതായത് ഒരു മിസ്റ്ററി അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്തുകൊണ്ട് ഇവളെ, അതായത് എന്തുകൊണ്ട് ഞാൻ ഈ ഒരു സ്ട്രഗ്ലിംഗ് റൈറ്റർ ആയിട്ട് കൂടി ഞാൻ എന്തുകൊണ്ട് ഇതിലേക്ക് ക്ഷണിക്കപ്പെട്ടു എന്നുള്ളത് അവൾക്കും ഒരു ചോദ്യമാണ്, നമുക്കും വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്കും ഒരു ചോദ്യമാണ്. അപ്പൊ ഒരുപാട് മിസ്റ്ററീസിലേക്കുള്ള ഒരു വഴിയാണ് ഈ ഒരു പോയിന്റ്. അപ്പോ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ റൊമാൻസ് ഉണ്ട്, അത്യാവശ്യത്തിലധികം ഉണ്ട്. അതുപോലെ തന്നെ റൊമാൻസ് അല്ല, സത്യത്തിൽ ഒരു അഡൽട്ട് കണ്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. പിന്നെ ഇതിന്റെ എൻഡാണ് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകുന്നത്. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത എൻഡാണ് ഇതിനകത്ത് വരുന്നത്. ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. ഒരു ത്രില്ലർ വായിക്കാൻ ആഗ്രഹമുണ്ട്, അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഒരു റൊമാൻസിലേക്ക് വഴുതി വീഴുന്നതും അതും ഇതും എല്ലാം ഉള്ള രീതിയിലുള്ള ഒരു പുസ്തകവുമാണ് വായിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വെറിറ്റി ഈസ് എ നൈസ് പിക്ക് ഫോർ യു. നിങ്ങൾക്ക് നിങ്ങൾ തുടങ്ങുമ്പോൾ വിചാരിക്കുന്നതായിരിക്കില്ല അവസാനിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരിക. അത് എന്റെ ഗ്യാരണ്ടിയാണ്. കാരണം ഇത് വായിച്ചു തുടങ്ങിയപ്പം എനിക്ക് അത്യാവശ്യം ഒരു ഇത് തോന്നി, എന്താണ് ഇങ്ങനെ പോകുന്നത്, ഇങ്ങനെ പോകുന്നത് എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. പേജ് റണ്ണർ ആട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞ 3 പുസ്തകങ്ങളും നിങ്ങൾക്ക് ഇരിപ്പിന് അത്യാവശ്യം പേജസ് വായിക്കാൻ പറ്റും. അതായത് വല്ലാതെ സ്ട്രഗിൾ ചെയ്യില്ല നിങ്ങൾ. വെറുതെ അതില് നമ്പർ 1 എന്ന് പറയും ഞാൻ. അത്രയും പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റും. ബിഗിനർ ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ യെസ്, ബിഗിനർ ഫ്രണ്ട്ലി ഒക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല. ഈസി ലാംഗ്വേജ് ആണ്, കുഴപ്പമൊന്നുമില്ല. റൈറ്റിംഗ് സ്റ്റൈൽ വളരെ വളരെ നല്ലതാണ്. അത് കോളിൻ ഹൂവറിന്റെ ഒരു മെയിൻ ഐറ്റം ആണ്. കോളിൻ ഹൂവർ എന്ന് പറയുന്ന
റൈറ്ററെ കുറിച്ച് പറയുമ്പോൾ തന്നെ അവരുടെ റൈറ്റിംഗ് സ്റ്റൈൽ നമ്മൾ പറയണം, റൊമാൻസ് നമ്മൾ പറയണം. അപ്പോ വെറുത്തി എനിക്ക് തോന്നുന്നു ഞാൻ വായിച്ച പുസ്തകത്തിൽ നിന്നും, കോളിൻ ഹൂവറിന്റെ വായിച്ച പുസ്തകങ്ങളിൽ നിന്നും ഇത് ഒരുപാട് വേറിട്ട് നിന്ന ഒരു പുസ്തകമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകമാണ്. അപ്പൊ എന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞ 3 പുസ്തകം, അത് കോളിൻ ഹൂവറിന്റെ വെറുത്തി ആയിക്കോട്ടെ, ഡെയ്സ് അറ്റ് ദ മൊറിസാക്കി ബുക്ക് ഷോപ്പ് ബൈ സതോഷി യാഗിസാവ, അതുപോലെ ദ പാലസ് ഓഫ് ഇല്യൂഷൻസ് ബൈ ചിത്ര ബാനർജി ദിവകരുണി, ഈ 3 പുസ്തകങ്ങളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതാണ് എന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ കൂടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോ എന്റെ ഈ റെക്കമെൻഡേഷൻ വീഡിയോ, അതായത് പുസ്തകത്തെ കുറിച്ച് ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ വായിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഇനിയെങ്കിലും വായന സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, എന്റെ ഈ ഒരു എപ്പിസോഡ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് വലിയ ആഗ്രഹമാണ് എല്ലാവരും വായിക്കണത്. അതാണ് എന്റെ ഒരു മോട്ടീവ്. ഞാൻ വരുന്ന പോകുന്ന ആൾക്കാരോടൊക്കെ പറയും, നിങ്ങൾ വായിക്കൂ. വായനയുടെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ എത്ര രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ഒരു ഗിൽറ്റി ഫീൽ ഉണ്ടാവില്ല. എനിക്കിതൊരു ട്രഷറാണ്. ഞാനിത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾക്ക് കൊടുത്ത് അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ എനിക്ക് തന്നെ സൂക്ഷിച്ചു വെക്കും. ഒരാൾക്ക് കൊടുക്കുന്നത് എനിക്ക് വലിയ താല്പര്യം അല്ലാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്റെ പുസ്തകങ്ങൾ എന്റെ കുട്ടികളെ പോലെ നോക്കാം. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസോട് കൂടി എല്ലാവരും ഇത് നോക്കണം എന്നില്ല. ചില ആളുകൾ പല രീതിക്ക് ഇത് വായിക്കുന്ന രീതികൾ കണ്ടിട്ടില്ല. ഇങ്ങനെ മടക്കി വെച്ച് മുതുക്കി ഇങ്ങനെയൊക്കെ വെച്ച് വായിക്കും. പക്ഷെ എനിക്കത് പറ്റില്ല. എനിക്ക് ഭയങ്കര സങ്കടം വരും. അതുകൊണ്ടാണ് ഞാൻ പുസ്തകങ്ങൾ ആർക്കും കൊടുക്കില്ല എന്ന് പറയുന്നത്. അല്ലാണ്ട് സെൽഫിഷ്നെസ് അല്ല അതൊന്നും. അപ്പോൾ ഇതൊരിക്കലും നിങ്ങൾക്കൊരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് അല്ല. നിങ്ങൾ പുസ്തകം വായിച്ച് തുടങ്ങണം എന്ന് തന്നെയാ പറയാ. എത്ര ബിസി ആണെങ്കിലും, ഇപ്പൊ എല്ലാവരും ജോലിക്കാരാണ് അല്ലെ, അവർക്ക് എല്ലാവർക്കും ഒരു മീൻ ടൈം നമ്മൾ കണ്ടെത്തും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഏറ്റവും നല്ല രീതിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹോബിയാണ് വായന എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികൾ മാത്രമല്ല, വലിയ ആളുകളും വായിക്കുക. അപ്പൊ നമ്മുടെ സ്ട്രെസ്ഫുൾ ലൈഫിൽ നിന്നും ഇതിനെ മാറ്റാൻ, അതായത് വേറൊരു ലോകത്തേക്കാണ് നമ്മൾ പോവാ. നമ്മൾ ഇതിൽ കൂടെയൊക്കെ ഫിക്ഷൻ വായിക്കുമ്പോൾ അറിയാലോ, ഓരോരോ കഥാപാത്രങ്ങളിലൂടെ നമ്മൾ പോകും. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പം ഈ കഥാപാത്രം നമ്മളായി മാറും. അപ്പൊ ഇത് വായിക്കുമ്പം ഞാനായിരിക്കും ദ്രൗപദി. അപ്പൊ ആ രീതിയിലായിരിക്കും എന്റെ വായന മുഴുവൻ തീരുക. അപ്പൊ നമുക്ക് ഓരോ രീതിയിൽ ഓരോ ആളുകളെ, നമുക്ക് 1000 1500 ആൾക്കാരുടെ മനസ്സ് നമുക്ക് വായിക്കാൻ പറ്റില്ല. പക്ഷെ പുസ്തകങ്ങളിലൂടെ നമുക്ക് ഓരോരുത്തരുടെയും മനസ്സ് വായിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും പുറത്ത് എന്താ നടക്കുന്നതെന്ന് അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന എല്ലാവരും നല്ലവരാകണം എന്നില്ല എന്ന് വിചാരിക്കും. കാരണം എനിക്ക് എപ്പോഴും ഒരു പുസ്തകം വായിച്ച് തുടങ്ങുമ്പോൾ കാണുന്ന വില്ലൻ ആയിരിക്കില്ല അവസാനം കാണുന്ന വില്ലൻ. ചിലപ്പോൾ ഫ്രണ്ട് ആയിരിക്കും പിന്നീട് വില്ലനായി വരുന്നത്. അപ്പൊ ഇന്നത്തെ ഈ എപ്പിസോഡും ഈ 3 പുസ്തകങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം നമ്മുടെ അടുത്ത 3 പുസ്തകങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. വീണ്ടും വരുന്നത് വരെ ദിസ് ഇസ് രാജലക്ഷ്മി സൈനിങ് ഓഫ്.